ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തി കാണാതായാൽ കുടുംബത്തിന് ബാങ്ക് പണം എടുക്കാൻ പറ്റുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഒരാൾ കാണാതായതുകൊണ്ട് മാത്രം കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ നിയമപരമായി സാധിക്കില്ല. ബാങ്കിന് അക്കൗണ്ട് ഉടമയുടെ ഒപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക നിയമരേഖ വേണം. ആൾ കാണാതായ ഉടൻ ആദ്യം ചെയ്യേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് പരാതി നൽകുകയാണ്. പോലീസ് CSR അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. ഈ രേഖ വളരെ പ്രധാനമാണ്, കാരണം എല്ലാ നിയമ നടപടികളും ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും കാണാതായതായി സർട്ടിഫിക്കറ്റ് വാങ്ങാം. പോലീസ് റിപ്പോർട്ട് സഹിതം അപേക്ഷ നൽകിയാൽ ലഭിക്കും. കാണാതായ വ്യക്തി കുടുംബത്തിന്റെ ഏക വരുമാനക്കാരനാണെങ്കിൽ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകും. അതിനാൽ കോടതിയിൽ ഗാർഡിയൻഷിപ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കാൻ അപേക്ഷിക്കണം. ഇത് സാധാരണയായി മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ സിവിൽ കോടതിയിലാണ് നൽകുന്നത്. കോടതി പരിശോധിച്ച് കുടുംബത്തിലെ ഒരാളെ നിയമപരമായ പ്രതിനിധിയായി അനുവദിക്കും. ഈ ഉത്തരവാണ് ബാങ്കിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. കോടതി ഉത്തരവ് ലഭിച്ച ശേഷം ബാങ്കിൽ അപേക്ഷ നൽകിയാൽ ബാങ്ക് അക്കൗണ്ട് നിയന്ത്രിക്കാൻ അനുമതി ലഭിക്കും. അപ്പോൾ ആവശ്യമായ ചിലവുകൾക്കായി പണം പിൻവലിക്കാനും കഴിയും. എന്നാൽ ഒരാളെ മരിച്ചതായി നിയമപരമായി പ്രഖ്യാപിക്കുന്നത് 7 വർഷം കാണാതായ ശേഷം മാത്രമാണ്. 7 വർഷത്തിനു ശേഷം കോടതിയിൽ ഡെത്ത് ഡിക്ലറേഷൻ കേസ് ഫയൽ ചെയ്യാം. അതിനുശേഷം പൂർണ്ണ അവകാശത്തോടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും നിക്ഷേപങ്ങളും ഇൻഷുറൻസും ക്ലെയിം ചെയ്യാനും കഴിയും. അതുകൊണ്ട് ഓർമ്മിക്കുക, നേരിട്ട് ബാങ്കിൽ പോയാൽ പണം കിട്ടില്ല. പോലീസ് പരാതി, വില്ലേജ് സർട്ടിഫിക്കറ്റ്, കോടതി ഉത്തരവ്, ഇവയാണ് ശരിയായ നിയമ നടപടിക്രമം. ഈ വിവരം ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഫിനാൻസ് വിവരങ്ങൾക്ക് കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.